കാട്ടാന ശല്യത്തിൽ വലഞ്ഞ കോതമംഗലം നിവാസികൾ രാത്രിയിൽ ആനക്കൂട്ടം എത്തുന്നതോടെ ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ജനവാസികൾക്ക്. ആനകൾ ഇറങ്ങാതിരിക്കാൻ കിടങ്ങ് വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാട്ടാന ശല്യം രൂക്ഷമായതോടെ നാട്ടുകാർ പരാതി നൽകിയിട്ടും അധികൃതർ ഒരു അനക്കവും ഉണ്ടായിട്ടില്ല. കോട്ടപ്പടി വാവേലിയിലെ ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം സന്ധ്യയോടെ എത്തിയതാണ് ഈ കാട്ടാനക്കൂട്ടം. ഈ മേഖലയിൽ പതിവായി ഇവ എത്താറുണ്ട്. നാട്ടിലെ കൃഷിയെല്ലാം നശിപ്പിച്ചു. ഇപ്പോൾ വീടുകൾക്കും വാഹനങ്ങൾക്കും നേരെയാണ് ആക്രമണം. സന്ധ്യയോടെ എത്തുന്ന ആനകൾ പുലർച്ചെ മാത്രമേ തിരികെ കാട് കയറൂ. വനത്തോട് ചേർന്ന ജനവാസ മേഖലകളുടെ അതിർത്തികളിൽ കിടങ്ങ് വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിലവിൽ വൈദ്യുതി വേലികൾ ഉണ്ടെങ്കിലും പലയിടത്തും പ്രവർത്തനരഹിതമാണ്. അയിനിച്ചാൽ മുതൽ പാണിയേലി പോര് വരെയുള്ള ഏകദേശം 30 മീറ്ററോളം വരുന്ന സോളാർ ഹാങ്ങിങ് ഫെൻസിങ്ങിന്റെ കരാർ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ നിലവിലിട്ടിരിക്കുന്ന 6 കിലോമീറ്റർ പോലും ശരിയായ രീതിയിൽ ഫെൻസിങ് സ്ഥാപിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ ഫലമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് വല്ലാത്ത കാട്ടാന ശല്യമാണ് അനുഭവപ്പെടുന്നത്. രാവിലെ 6 മണിക്ക് ശേഷമാണ് മിക്കപ്പോഴും കാട്ടാനകൾ കടന്ന് വനത്തിലോട്ട് പോകുന്നത്, കൃഷിയിടത്തിൽ നിന്ന് തിരികെ കയറി പോകുന്നത്. ആദിവാസി സമൂഹം അടക്കം 25,000-ന് മുകളിൽ ജനങ്ങൾ വസിക്കുന്ന കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ഏക പ്രവേശന കവാടമായ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ കാട്ടാനയെ പേടിക്കാതെ പകൽ പോലും യാത്ര ചെയ്യാനാവില്ലെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് സൈഡിലെ കാട് വെട്ടുന്നതിന് വനം വകുപ്പിന് ഫണ്ടില്ലാത്തതും വഴിവിളക്കുകൾ സ്ഥാപിക്കാത്തതും നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ജനം, കൊച്ചി.